കൂട്ടുകാർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സുഖിയനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ നന്നായി കഴുകി കുതിരാൻ വെച്ചതാണ്. ഇതിപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി ഒരു കുക്കറിലിട്ട് വേവിക്കാം. ഈ ഒരു കപ്പിന് ഒരു കപ്പ് നിറച്ച് ഒരു കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തത്. കുക്കറിലിട്ടു. ഇനി വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കർ അടച്ച് വേവിക്കാം. സുഖിയൻ ഉണ്ടാക്കാൻ ആവശ്യത്തിന് ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെല്ലമാണ്. ശർക്കര എന്ന് പറയില്ലേ, വെല്ലം എനിക്ക് ഇങ്ങനത്തെയാണ് കിട്ടിയത്. ഇതിനി പൊട്ടിച്ച് ഉരുക്കാൻ പറ്റും. പാത്രം എടുത്ത് നമുക്ക് വെല്ലം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ കഷ്ണം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് പാനിയാക്കാം. സുഖിയനുള്ള ചെറുപയർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് ഉണ്ടാക്കിയത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച വെല്ലം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചിരണ്ടി വെച്ച ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം വേവിച്ച് വെച്ച ചെറുപയറും ഇട്ട് നന്നായി ഇളക്കിയെടുത്തു. ഈ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. മൈദ മാവാണ് എല്ലാവരും സുഖിയന് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിൽ ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ലൂസായി പോവരുത്. ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവായിട്ട് കുറുകിയ രൂപത്തിൽ കുഴച്ചെടുക്കണം. കട്ട കെട്ടാതെ മെല്ലെ മെല്ലെ കുഴച്ചെടുക്കുക. ഇത് കട്ടയൊന്നും കെട്ടാതെ നല്ല കട്ടിക്ക് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിലേക്ക് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ ഉരുള ആക്കി ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ മാവിലേക്ക് ഇങ്ങനെ മുക്കണം. മാവിലേക്ക് ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുക്കുക. എണ്ണ ചൂടായിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാം ഇങ്ങനെ ഉരുട്ടി മാവിൽ മുക്കി വറുത്തെടുക്കുക. ഒരു വശം തിരിച്ചിട്ട് കൊടുത്തു. ഇനി അതും കൂടി മൂക്കുമ്പോൾ കോരി വെക്കാം. അങ്ങനെ നമ്മളെല്ലാ സുഖിയനും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ ഒന്ന് സുഖിയൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.